നമസ്കാരം. M4 മെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ട്രേഡുമായി ബന്ധപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മുൻകാലത്ത് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ലൊക്കേഷൻ ഓഫ് തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ കൂളിംഗ് സിസ്റ്റം ഈസ് ഡാഷ്. അതായത് നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിലെ തെർമോസ്റ്റാറ്റ് വാൾവ് ഉണ്ടല്ലോ, തെർമോസ്റ്റാറ്റ് വാൾവ് എവിടെയാണ് ഉണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എവിടെ ഉണ്ടാകുക? അറ്റ് ദി എൻജിൻ ഔട്ട്ലെറ്റ് ടു റേഡിയേറ്റർ. അതായത് എൻജിൻ്റെ ഔട്ട്ലെറ്ററിൻ്റെയും റേഡിയേറ്ററിൻ്റെ എവിടെയായിട്ടാണ് എന്തുണ്ടാകുക? ഈ തെർമോസ്റ്റാറ്റ് വാൾവ് വെച്ചിട്ടുണ്ടാകുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി വിസ്കോസിറ്റി ഓഫ് മൾട്ടിഗ്രേഡ് ഓയിൽ ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ഡാഷ്. അതായത് മൾട്ടിഗ്രേഡ് ഓയിൽ ഉണ്ടല്ലോ, അതിൻ്റെ വിസ്കോസിറ്റി കണ്ടുപിടിക്കുന്നത് എത്ര ഡിഗ്രിയിൽ വെച്ചിട്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര ഡിഗ്രിയിലായിരിക്കും? 0 ഡിഗ്രി ഫാരൻഹീറ്റിലായിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി റോട്ടർ ടൈപ്പ് ഓയിൽ പമ്പ് ഹാസ് ഡാഷ്. അതായത് നമ്മൾ ഓയിൽ പമ്പിൻ്റെ 4 കണ്ടീഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതേതൊക്കെയാണ് ചോദിച്ചാൽ ആൻഡ് ഇന്നർ റോട്ടർ വിത്ത് എ ലൂപ്പ് ലെസ് ദാൻ ദി ഔട്ടർ റോട്ടർ. നെക്സ്റ്റ് ആൻഡ് ഔട്ടർ റോട്ടർ വിത്ത് എ ലൂപ്പ് ലെസ് ദാൻ ദി ഇന്നർ റോട്ടർ. നെക്സ്റ്റ് ആൻഡ് ഇന്നർ റോട്ടർ വിത്ത് എ ലൂപ്പ് മോർ ദാൻ ദി ഔട്ടർ റോട്ടർ. നെക്സ്റ്റ് 2 റോട്ടർ വിത്ത് എ സെയിം നമ്പർ ഓഫ് ലൂപ്സ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: താഴെ തന്നിരിക്കുന്നവയിൽ റോട്ടർ പമ്പിൻ്റെ പ്രത്യേകത ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നർ റോട്ടർ വിത്ത് എ ലൂപ്പ് ലെസ് ദാൻ ദി ഔട്ടർ റോട്ടർ. അതായത് ഈ ഔട്ടർ റോട്ടറിനേക്കാളും ഇന്നർ റോട്ടർ എന്തായിരിക്കും? ചെറുതായിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തിയററ്റിക്കലി ദി ഇൻലെറ്റ് വാൾവ് ക്ലോസ് അറ്റ് VDC ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക്. പ്രാക്ടിക്കലി ദി ഇൻലെറ്റ് വാൾവ് റിമെയിൻസ് ഓപ്പൺ എ ഫ്യൂ മോർ ഡിഗ്രി ഓഫ് ക്രാങ്ക്ഷാഫ്റ്റ് റൊട്ടേഷൻ ആഫ്റ്റർ VDC. ദി പർപ്പസ് ഓഫ് ദിസ് ഈസ് ടു ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: നമ്മുടെ തിയററ്റിക്കലായിട്ട് നമ്മുടെ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകുന്നത് എപ്പോഴായിരിക്കും? TDC വെച്ച് ഓപ്പൺ ആവും, ക്ലോസ് ചെയ്യുന്നത് BDC വെച്ച് ക്ലോസ് ആവും. പക്ഷേ പ്രാക്ടിക്കലി ഇൻലെറ്റ് വാൾവ് എപ്പോൾ ഓപ്പൺ ആകും ചോദിച്ചു കഴിഞ്ഞാൽ TDC എത്തുന്ന കുറച്ച് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകും. ക്ലോസ് ചെയ്യുന്നതോ BDC കഴിഞ്ഞിട്ടേ ക്ലോസ് ചെയ്യുള്ളൂ. അത് ആഫ്റ്റർ BDC ക്ലോസ് ചെയ്യുള്ളൂ. അത് എന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യകത എന്തിനാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? ഇൻക്രീസ് ദി വോളിയോമെട്രിക് എഫിഷ്യൻസി. വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് BDC കടന്നിട്ട് ക്ലോസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കാറ്റലിറ്റിക് കൺവേർട്ടർ ഈസ് അസോസിയേറ്റ് വിത്ത് ഡാഷ്. അതായത് കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ ആവശ്യം? എമിഷൻ കൺട്രോൾ സിസ്റ്റമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൈമറി സർക്യൂട്ട് ഓഫ് ഇഗ്നീഷൻ സിസ്റ്റം. അതായത് ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ട് 4 ഓപ്ഷനിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ പ്രൈമറി സർക്യൂട്ടിൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? സ്പാർക്ക് പ്ലഗ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻസഫിഷ്യൻറ്റ് ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ കേസസ് ഡാഷ്. അതായത് ക്ലച്ചിൻ്റെ ഫ്രീ പെഡൽ പ്ലേ ഉണ്ടല്ലോ, അത് ഇൻസഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സംഭവിക്കും ക്ലച്ച് എന്താവും? സ്ലിപ്പിംഗ് ആയിക്കൊണ്ടേയിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡബിൾ ഹെലിക്കൽ ഗിയർ ആർ നോൺ ആസ് ഡാഷ്. അത് ഡബിൾ ഹെലിക്കൽ ഗിയറിനെ പൊതുവായിട്ട് എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ പറയുക? ഹെയറിംഗ് ബോൺ ഗിയർ എന്നാണ് പറയുക. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസ് ക്യാൻ ബ്രിങ് 2 ഗിയേഴ്സ് റൊട്ടേറ്റ് അറ്റ് എ ഡിഫറെൻറ്റ് സ്പീഡ് ടു ദി സെയിം സ്പീഡ് ഫോർ സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: നമ്മുടെ ഗിയർ ബോക്സിലെ 2 ഗിയറുകൾ എന്തിന് ഡിഫറെൻറ്റ് സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ ഡിവൈസിൻ്റെ പേരാണ് സിങ്ക്രോണൈസർ എന്നാണ് പറയുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം സ്യൂട്ടബിൾ ഫോർ റേസിംഗ് കാർ ഈസ് ഡാഷ്. റേസിംഗ് കാറുകൾക്ക് സ്യൂട്ടബിളായ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതാണ് റേസിംഗ് കാറുകൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്? ഡ്രൈ സം ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് നമ്മളത് റേസിംഗ് കാറിൽ യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. ഡ്രൈ സം ലൂബ്രിക്കേഷൻ സിസ്റ്റം. സി ആണ് കറക്റ്റ് ആൻസർ.
Next question, if the lock to lock steering wheel rotation is 4 turn and the front wheel movement is 16 degree, what is the steering ratio? അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മുടെ ഫ്രണ്ട് വീൽ ഉണ്ടല്ലോ, ഫ്രണ്ട് വീൽ ലോക്ക് ടു ലോക്ക് പൊസിഷനിൽ കൊണ്ടുവന്നു. അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എത്ര 4 ഫുൾ റൊട്ടേഷനിൽ ലോക്ക് ടു ലോക്ക് പൊസിഷൻ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വീൽ 60 ഡിഗ്രി തിരിയുകയും ചെയ്തു, ലോക്ക് ആവുകയും ചെയ്തു. എങ്കിൽ ഈ സ്റ്റിയറിംഗ് റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ 4 ടേണിലാണ് എത്ര 60 ഡിഗ്രി വന്നത്. അപ്പോൾ ഒരു ടേണിൽ എത്ര ഡിഗ്രി വന്നു എന്ന് കണ്ടുപിടിക്കാൻ 60 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 15 ഡിഗ്രി എന്ന് കിട്ടും. ഒരു റൊട്ടേഷനിൽ 15 ഡിഗ്രി എന്ന് കിട്ടും. സോ അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാത്തതാണെങ്കിൽ 360, അതായത് ഒരു റൊട്ടേഷൻ വന്ന് 360 ഡിവൈഡഡ് ബൈ 15 ചെയ്യുക, 15 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ 24 എന്ന് കിട്ടും. സോ റേഷ്യോ എത്രയാണ്? 24:1 ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇഫക്റ്റ് ഓഫ് കാർബൺ ഡെപ്പോസിറ്റ് ഓൺ ദി സിലിണ്ടർ ഹെഡ് ഇൻസൈഡ് ദി കമ്പഷൻ ചേമ്പർ ഈസ് ഡാഷ്. അതായത് കമ്പഷൻ ചേമ്പറിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എന്ത് സംഭവിക്കും? ഇൻക്രീസ് ദി കംപ്രഷൻ റേഷ്യോ ആൻഡ് പ്രീ ഇഗ്നിഷൻ. ഈ രണ്ടും സംഭവിക്കും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് പെട്രോൾ ഇൻ ഫ്ലോട്ട് ചേമ്പർ. അതായത് നമ്മുടെ പെട്രോൾ ഫ്ലോട്ട് ചേമ്പർ ഉണ്ടല്ലോ, ആ ഫ്ലോട്ട് ചേമ്പറിനകത്ത് ആ പെട്രോളിൻ്റെ ലെവല് കോൺസ്റ്റന്റ് ലെവലായിട്ട് നിർത്തുന്ന ഡിവൈസിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡിവൈസിൻ്റെ പേരെന്താണ്? ഫ്ലോട്ട് ആൻഡ് നീഡിൽ വാൾവ്. ഈ ഫ്ലോട്ടും നീഡിൽ വാൾവിൻ്റെ സഹായത്താലാണ് എന്ത് ആ ചേമ്പറിനകത്ത് പെട്രോൾ കോൺസ്റ്റന്റ് ലെവലിൽ നിർത്തുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ദി ടൈം ഡ്യൂറേഷൻ ഗീവ് ഇൻ ഡിഗ്രി ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ റൊട്ടേഷൻ അറ്റ് ദി സി ബി പോയിന്റ് റിമെയിൻസ് ക്ലോസ്ഡ് ബിറ്റ്വീൻ സക്സസീവ് ഓപ്പൺ ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മുടെ സി ബി പോയിന്റ് ഉണ്ടല്ലോ, ഈ സി ബി പോയിന്റ് ഓപ്പൺ ആയി തന്നെ ഇരിക്കുന്ന കണ്ടീഷനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് പറയുന്നത് ഡ്വൽ ആംഗിൾ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. അതായത് നോർമൽ കണ്ടീഷന് സി ബി പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? ക്ലോസ് ആയിട്ടിരിക്കും. ഈ സ്പാർക്ക് വരേണ്ട ടൈമിൽ മാത്രം സി ബി പോയിന്റ് എന്ത് ഓപ്പൺ ആവുള്ളൂ. ആ ഓപ്പൺ ആകുന്ന ആ പോയിന്റിനെ അതായത് ഓപ്പൺ ആകുന്ന ആ ഡിഗ്രിനെ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിനെ 12 ഡിഗ്രി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എൻജിൻ പവർ ട്രാൻസ്ഫർ മെക്കാനിസം ദാറ്റ് കമ്പൈൻ എ ട്രാൻസ്മിഷൻ അസംബ്ലി ആൻഡ് ഡിഫറൻഷ്യൽ അസംബ്ലി ഇൻ എ സിംഗിൾ യൂണിറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ എൻജിൻ ട്രാൻസ്മിഷൻ എല്ലാ യൂണിറ്റും കൂടെ ചേർന്നിട്ട് സിംഗിൾ യൂണിറ്റ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ അതിനെ പറയുന്ന മെക്കാനിസം പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ മെക്കാനിസത്തിനെ ട്രാൻസ് ആക്സിൽ മെക്കാനിസം എന്നാണ് അതിന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ ഓപ്ഷൻ എന്തൊക്കെയാണ്? ട്രെയിലിംഗ് ലിങ്ക്, ടൈറോയിഡ്, ടോർഷൻ ബാർ, ആൻറ്റി റോൾ ബാർ. അതിൽ ടൈറോയിഡ് മാത്രം എന്തിൻ്റെയാണ്? സ്റ്റിയറിങ്ങിൻ്റെ ഭാഗമാണ്. ബാക്കി 3 ഏതിൻ്റെയാണ്? സസ്പെൻഷൻ്റെ ഭാഗമാണ്. സോ ആൻസർ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ, ടൈറോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്റ്റെപ്പ് ആക്സിൽ ഈസ് കണക്റ്റഡ് ടു ദി ഫ്രണ്ട് മെയിൻ ആക്സിൽ ബീം ബൈ മീൻസ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ സ്റ്റെപ്പ് ആക്സിൽ ഉണ്ടല്ലോ, അത് ഫ്രണ്ട് വീലിലെ മെയിൻ ആക്സിലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എന്തിൻ്റെ സഹായത്താലാണ്? കിങ് പിന്നിൻ്റെ സഹായത്താലാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ഫ്രണ്ട് വീൽ അറ്റ് സ്ട്രെയിറ്റ് എഹെഡ് പൊസിഷൻ ആൻഡ് ദി സെൻറ്റർ ഓഫ് ദി റിയർ വീൽ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ മുതൽ റിയർ വീലിൻ്റെ സെൻറ്റർ വരയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താ പറയുക? വീൽ ബേസ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് അപ്പോൺ എ confined fluid is transmitted uniformly in all direction. This law is dash. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മുടെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏത് ലോ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ പാസ്കൽ ലോ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പോസിബിൾ കേസ് ഓഫ് എൻജിൻ ഓവർ ഹീറ്റിംഗ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ എൻജിൻ ഓവർ ഹീറ്റ് അല്ലേ,
അത് ആവാത്ത കണ്ടീഷൻ, എൻജിൻ നോട്ട് പോസിബിൾ ആണ്, അത് ഓവർ ഹീറ്റിങ്ങിനുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതാണ് ഓപ്ഷൻ ഇതൊക്കെയാണ്: ബ്രേക്ക് ബൈൻഡിങ്, ഫാൻ ബ്രേക്ക് സ്ലിപ്പിംഗ്, ഓയിൽ വിച്ച് ലെസ് വിസ്കോസിറ്റി, ഓവർ ഇൻഫ്ലേറ്റഡ് ടയർ. ശരിയായ ഉത്തരം ഏതാണ്? ഡി ആണ്, ഓവർ ഇൻഫ്ലേറ്റഡ് ടയർ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി നാരോ സ്പേസ് ഇൻ ദി സിലിണ്ടർ എയർ ഹോൺ ഓഫ് കാർബുറേറ്റർ ത്രൂ വിച്ച് ദി എയർ പാസസ് ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: നമ്മുടെ കാർബുറേറ്ററിനകത്ത് എയർ ഹോൺ ഉണ്ടാവും. ആ സിലിണ്ടറിക്കൽ എയർ ഹോണിനകത്ത് ചെറിയ നാരോ സ്പേസ് വെച്ചിട്ടുണ്ട്. എന്ത് വെച്ചാൽ എയർ പാസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏതിൽ കൂടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതിൽ കൂടെയാണ്? വെഞ്ചറിൽ കൂടെയാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേജർ കണ്ടന്റ് ഓഫ് CNG, അതായത് കംപ്രസർ നാച്ചുറൽ ഗ്യാസ് ഈസ് ഡാഷ്. അതായത് കംപ്രസർ നാച്ചുറൽ ഗ്യാസിൻ്റെ മേജർ കണ്ടന്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? മീഥൈൻ ആണ് മേജർ കണ്ടന്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി കമ്പോണൻറ്റ് ഓഫ് എയർ ബ്രേക്ക് സിസ്റ്റം വിച്ച് പ്രൊട്ടക്ട് റിസർവോയർ ഫ്രം ഓവർലോഡിങ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: നമ്മുടെ എയർ ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് റിസർവോയറിനുള്ളൂ, എയർ സേവ് ചെയ്ത് വെക്കുന്ന പോർഷൻ. ആ റിസർവോയർ ഓവർലോഡ് ആകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഡിവൈസ് സെറ്റ് ചെയ്യാറുണ്ട്. ആ ഡിവൈസിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ ഡിവൈസിൻ്റെ പേര് അൺലോഡർ വാൾവ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ലാർജർ ഗിയർ വീൽ യൂസ്ഡ് ഇൻ ദി ഫൈനൽ ഡ്രൈവ് ഈസ് കാൾഡ് ഡാഷ്. അതായത് ഫൈനൽ ഡ്രൈവിലെ ഏറ്റവും വലിയ ഗിയറിനെ പറയുന്ന പേരെന്താണ്? ക്രൗൺ വീൽ എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഫോർമേഷൻ ഓഫ് എയർ പോക്കറ്റ് ഇൻസൈഡ് ദി ടോർക്ക് കൺവേർട്ടർ ഡ്യൂ ടു ലോ പ്രഷർ ഈസ് നോൺ ആസ് ഡാഷ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്: നമ്മുടെ ടോർക്ക് കൺവേർട്ടറിനകത്ത് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ കുറഞ്ഞ പ്രഷർ കൊണ്ട് നമ്മൾ എയർ പോക്കറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനെന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അങ്ങനെ എയർ പോക്കറ്റ് ഉണ്ടാകുന്നതിന് നമ്മൾ എന്താ പറയുക? കാവിറ്റേഷൻ എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫാക്ടർ വിച്ച് ഡസ് നോട്ട് അഫക്റ്റ് എൻജിൻ കമ്പർഷൻ റേഷ്യോ. അതായത് താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ എൻജിൻ കമ്പർഷൻ റേഷ്യോയുമായിട്ട് അഫക്റ്റ് ചെയ്യാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇതാണ്: തിക്നെസ് ഓഫ് സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്, കാർബറേറ്റർ ഫ്ലോട്ടിംഗ്, ബാഫിൾസ് ഓൺ പിസ്റ്റൺ, പെർട്ടിക്കുലേറ്റ് ഡെപ്പോസിറ്റ് ഇൻസൈഡ് ദ സിലിണ്ടർ. അതായത് അതിന് ശരിയായ ഉത്തരം ഏതാണ്? കാർബറേറ്റർ ഫ്ലോട്ടിംഗ് ആണ് ശരിയായ ഉത്തരം. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പ്രോസസ് കോമൺലി യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചറിങ് സിലിണ്ടർ ലൈനർ. അതായത് സിലിണ്ടർ ലൈനർ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് പ്രോസസ്സ്? ആൻസർ ഇതാണ്: സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മുടെ സിലിണ്ടർ ലൈൻ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പിസ്റ്റൺ റിംഗ് ഈസ് ഡാഷ്. അതായത് പിസ്റ്റൺ റിങ്ങിൻ്റെ മെറ്റീരിയൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇതാണ്: കാസ്റ്റ് അയൺ വിത്ത് സിലിക്കൺ. കാസ്റ്റ് അയൺ വിത്ത് സിലിക്കൺ. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി കമ്പോണൻറ്റ് വിച്ച് ട്രാൻസ്മിറ്റ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് വാൾ ലിഫ്റ്റർ ടു റോക്ക് റാം. അതായത് നമ്മുടെ എൻജിനിലെ ഒരു കമ്പോണൻ്റ്, ആ കമ്പോണൻ്റ് വെച്ചാൽ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. എവിടേക്ക്? വാൾ ലിഫ്റ്ററിന് റോക്ക് റാമിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ഇതിൻ്റെ പേര് പുഷ് റോഡ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാൾവ് ലാപ്പിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ഡാഷ്. അതായത് വാൾവ് ലാപ്പിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾവ് സീറ്റും വാൾവ് ഫേസും എന്ത് ചെയ്യണം? ഗ്രൈൻഡിങ് ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുക? വാൾവ് ലാപ്പിംഗ് എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി വാർപ്പേജ് ഓഫ് മെഷീൻഡ് ഫേസ് ഓഫ് സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് സിലിണ്ടർ ഹെഡ് ക്യാൻ ബി ചെക്ക്ഡ് വിത്ത് ഡാഷ്. അതായത് നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിൻ്റെയും സിലിണ്ടർ ഹെഡിൻ്റെയും പുറം ഭാഗം ഉണ്ടല്ലോ, അതായത് മെഷീൻ ചെയ്ത പോർഷനിൽ ഒരു ചെറിയൊരു ഇറഗുലർ ഷേപ്പ് ഉണ്ടാവും. ഐ മീൻ ഒരു വാർപ്പേജ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഷേപ്പ് നിൽക്കുന്നത്. ആ ഷേപ്പ് ചെക്ക് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ഡിവൈസിൻ്റെ പേര് സ്ട്രെയിറ്റ് എഡ്ജ് ആണ് ചെക്ക് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ടെസ്റ്റിംഗ് ഓഫ് ഫൈൻഡിങ് ദി കെമിക്കൽ കണ്ടീഷൻ ഓഫ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാറ്ററി പ്ലേറ്റ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ ബാറ്ററിയിൽ പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും കെമിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ടെസ്റ്റിൻ്റെ പേര് കാഡ്മിയം ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
ദി ലീവ് സ്പ്രിംഗ് ആർ കണക്റ്റഡ് ടു ആക്സിൽ ബീം ബൈ മീൻസ് ഓഫ് ഡാഷ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ലീവ് സ്പ്രിംഗ് ഉണ്ടല്ലോ അത് ആക്സിലുമായി കണക്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ്? യു ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്. ദി ആംഗിൾ ബിറ്റ്വീൻ കിങ് പിൻ സെൻട്രൽ ലൈൻ ആൻഡ് വെർട്ടിക്കൽ ഇൻ ദി പ്ലെയിൻ ഓഫ് വീൽ ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ കിങ് പിന്നിൻ്റെ സെൻട്രൽ ലൈനും ആ വീലുണ്ടല്ലോ റോഡ് വീലിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള ഈ ആംഗിളിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിനെ പറയുന്നത് കാസ്റ്റർ ആംഗിൾ എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിയർ ഓൺ ടയർ ഈസ് മോർ ഓൺ വൺ സൈഡ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടയർ ഉണ്ടല്ലോ ടയറിൻ്റെ ഒരു സൈഡ് മാത്രം കൂടുതലായിട്ട് തേയ്മാനം സംഭവിക്കുന്നത് അത് എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ട്? ഇൻകറക്റ്റ് ക്യാമ്പർ ആംഗിൾ ഇൻകറക്റ്റ് ആയതുകൊണ്ട്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ്ഫുൾ പവർ ഒബ്റ്റെയിൻഡ് അറ്റ് ദി എൻജിൻ ഫ്ലൈവീൽ ഈസ് കാൾഡ് ഡാഷ്. അതായത് എൻജിൻ ഫ്ലൈവീലിനകത്ത് കിട്ടുന്ന പവറിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിന് എൻജിൻ ഫ്ലൈവീലിൽ കിട്ടുന്ന പവർ എന്താ പറയുക? നമ്മുടെ ബ്രേക്ക് പവർ എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി നോസിൽ വാൾവ് ഇൻ ദി ഇൻജക്ടർ യൂണിറ്റ് ഈസ് ലിഫ്റ്റ് ഓഫ് ഫ്രം ഇറ്റ് സീറ്റ് ബൈ ഡാഷ്. അതായത് നമ്മുടെ ഇൻജക്ടറിലെ നോസിൽ വാൾവ് ഉണ്ടല്ലോ അത് ലിഫ്റ്റ് ചെയ്യുന്നത് പൊക്കുന്നത് എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെ സഹായത്താണ്? ഹൈ പ്രഷർ ഡീസലിൻ്റെ സഹായത്താലാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. FIP ഇസ് ഡ്രിവൺ ബൈ ഡാഷ്. അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ടല്ലോ അത് എന്തിൻ്റെ സഹായത്താലാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെ സഹായത്താണ്? ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റിലെ ക്യാമിൻ്റെ സഹായത്താൽ, അതല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിനെ എക്സെൻട്രിക് ക്യാം ഉണ്ട് ഈ എക്സെൻട്രിക് ക്യാമിൻ്റെ സഹായത്താലായിരിക്കും ഇത് ഡ്രൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ടൂൾ ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻസേർട്ടിംഗ് പിസ്റ്റൺ വിത്ത് റിംഗ് ഇൻ ടു ദി എൻജിൻ സിലിണ്ടർ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പിസ്റ്റൺ ഉണ്ടല്ലോ പിസ്റ്റണും റിങ്ങും നമ്മുടെ എൻജിൻ സിലിണ്ടറിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ടൂൾ ഏതാണ്? പിസ്റ്റൺ റിംഗ് കംപ്രസർ. സി ആണ് കറക്റ്റ്. ഈ പിസ്റ്റൺ റിംഗ് കംപ്രസറിൻ്റെ സഹായത്താലാണ് അത് സിലിണ്ടറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് കൂളന്റ് ഇൻ കൂളിംഗ് സിസ്റ്റം ഈസ് റൈസ് ബൈ ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്. നമ്മുടെ കൂളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ കൂളിംഗ് സിസ്റ്റത്തിലെ അതായത് വാട്ടർ കൂളിംഗ് ഒക്കെ ഉപയോഗിക്കില്ലേ നമ്മുടെ ആ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആ കൂളൻ്റ് ഉണ്ടല്ലോ കൂളൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. ആ ഡിവൈസിൻ്റെ പേരാണ് പ്രഷർ ക്യാപ്പ്. എ ആണ് കറക്റ്റ് ആൻസർ.